നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ് ഫീവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആ ഫീവറിനെ കുറിച്ചിട്ട് ഫീവർ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ഏതാണ് ഡേഞ്ചറസ് സൈൻസ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ ജ്യോതി മാമാണ്. SUT ഹോസ്പിറ്റൽ, പട്ടം ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. വെൽക്കം ഡോക്ടർ. മാഡം, എങ്ങനെയാണ് ഈ ഫീവറിൻ്റെ കോസസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാ? ഓക്കെ, ഫീവർ എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു സിംറ്റമാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു 100 പേഷ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 90 പേഷ്യൻസും ഫീവർ എന്നുള്ള കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനി അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്, അതൊരു രോഗമല്ല. പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ഫീവർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇൻഫെക്ഷൻസ് അഥവാ അണുബാധയാണ്. ഇൻഫെക്ഷൻസ് തന്നെ പല വിധത്തിലുണ്ടാവാം. വൈറസ് കാരണമുള്ള അണുബാധ ഉണ്ടാവാം, ചില ബാക്ടീരിയകൾ കാരണമുള്ള അണുബാധ ഉണ്ടാവാം, പിന്നെ മറ്റു ചില ഓർഗാനിസംസും അണുബാധ ഉണ്ടാക്കാം. അതാണ് സാധാരണ രീതിയിൽ കാണുന്ന ഫീവറിൻ്റെ കോസ്. എന്നിരുന്നാലും ബോഡിയിൽ ഇൻഫ്ലമേഷൻ, അതായത് വാതപ്പനി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് പനി ഉണ്ടാക്കാം. പിന്നെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പനി വരാം. ചില മരുന്നുകൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് പനി വരാം. പിന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ സൂര്യാഘാതം എന്ന്. അപ്പോൾ വളരെയധികം ചൂട് കൂടുന്ന കണ്ടീഷൻസിലും അങ്ങനെ ഫീവറായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള കോസസ്. ഇതിന് ഡേഞ്ചറസ് സൈൻസ് എന്തൊക്കെയാണ് മാഡം? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് പനി വരുമ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിനെ ശ്രദ്ധിക്കണം എന്നാണ്. പലതരത്തിലുള്ള പേഷ്യൻസ് വരാറുണ്ട്. ചില അമ്മമാർ ഇപ്പോൾ 9 മണിക്ക് പനി നോട്ട് ചെയ്താൽ 9:30 ആകുമ്പോൾ അവർ ഹോസ്പിറ്റലിലെത്തും. മറ്റു ചില അമ്മമാർ 2 ദിവസം വീട്ടിൽ വെച്ച് മരുന്ന് നോക്കി 2 ദിവസമായിട്ട് പനി മാറുന്നില്ല, അങ്ങനെയാണ് കാണിക്കാൻ വരിക. അപ്പോൾ ഇതിൽ ഏതൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാണ്. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ വൈറൽ ഫീവർ ആണോ അതല്ല ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു അസുഖം കുഞ്ഞിനുണ്ടോ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ കാര്യം മതി, പനി ഇല്ലാത്ത സമയത്ത് കുഞ്ഞ് ആക്റ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതായത് സാധാരണ പനി വരുമ്പോൾ നമുക്കും ക്ഷീണം ഉണ്ടാവും, നമ്മൾ കിടക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. പനിയുള്ള സമയത്ത് അവർ കൂടുതൽ റെസ്റ്റ് ആഗ്രഹിക്കുന്നു. പക്ഷെ പനി മാറിക്കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, ഓടി നടക്കുക, കളിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എപ്പോഴുമെങ്കിലും പനി ഇല്ലാത്ത അവസ്ഥയിൽ ഒരു കുഞ്ഞ് ക്ഷീണിതനായി കാണപ്പെടുക, കൂടുതൽ സമയം ഉറങ്ങുക, പിന്നെ പിച്ചും പേയും പറയുക. അപ്പം ചില പനി വളരെ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പിച്ചും പേയും പറയാറുണ്ട്. എന്നിരുന്നാലും സ്ഥിരമായിട്ട് കുഞ്ഞിൻ്റെ നോർമൽ സെൻസോറിയത്തിൽ നിന്നൊരു മാറ്റം, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്. പിന്നെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ, ബ്രസ്റ്റ് ഫീഡ് മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ്. സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾ പനിയുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ നമ്മൾ കംഫർട്ട് ചെയ്യുന്നത് ഫീഡിങ് കൊടുത്തിട്ടാണ്. അപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പാല് കുടിക്കാതെ ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. പിന്നെ തുടർച്ചയായുള്ള ഛർദ്ദിൽ, പനി വരുമ്പോൾ മിക്ക കുട്ടികളും 1-2 തവണ ഛർദ്ദിച്ചേക്കാം, ചിലപ്പോൾ പനിയുടെ മരുന്ന് കൊടുക്കുമ്പോൾ ഛർദ്ദിച്ചേക്കാം. അതല്ലാതെ തുടർച്ചയായി ഛർദ്ദിക്കുകയും കുഞ്ഞ് കുഴഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ, ജന്നി അപസ്മാരം വരിക, അതല്ലെങ്കിൽ ദേഹത്തൊക്കെ റാഷസ് വരിക, ഇതൊക്കെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് ആണ്. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്ത് സിംറ്റം ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ പനി വരുമ്പോൾ നമ്മൾ ഒരുപാട് ഓറലായിട്ട് കൊടുക്കണം, ഫ്ലൂയിഡ്സ് ഒരുപാട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അത് എങ്ങനെ, ഫുഡിന് അങ്ങനെ പ്രത്യേകം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഇന്ന ഫുഡ് കൊടുക്കണം എന്നുണ്ടോ? അതെ, രശ്മി പറഞ്ഞ പോലെ പനി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഫുഡിനോട് അധികം താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും കിടക്കാനായിരിക്കും താല്പര്യം. അതുപോലെ തന്നെയാണ് കുട്ടികളും, അവർക്ക് പറയാൻ അറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പനിയുള്ള സമയത്ത് കുട്ടികളെ നിർബന്ധിച്ച്, അവരിപ്പോൾ ഒരു ദിവസം 2 ദോശ കഴിക്കുമെങ്കിൽ പനിയുള്ള ദിവസം ആ 2 ദോശ തന്നെ കഴിക്കണം നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. കഴിയുന്നതും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. ഹൈഡ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം വെള്ളം കുടിക്കുക. സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ പറയാറുള്ളത്. എന്നിരുന്നാലും കരിക്കിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട് നേർപ്പിച്ച കഞ്ഞിവെള്ളം, ORSൻ്റെ ലായനി, അത് മോരുവെള്ളം, അധികം തണുപ്പില്ലാത്ത രീതിയിൽ ഇതൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ വെള്ളത്തോടൊപ്പം ചില എസെൻഷ്യൽ ആയിട്ടുള്ള ധാതുക്കൾ, ഇപ്പോൾ സോഡിയം, പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്ന കണ്ടൻസ് ഇല്ലേ, ഇതൊക്കെ കുഞ്ഞിന് കിട്ടുവാണെങ്കിൽ ക്ഷീണം മാറ്റാൻ ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അധികം കട്ടിയില്ലാത്തതും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചൂടായിട്ടുള്ള ചെറിയ ചൂടോടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതായിരിക്കും പനിയുള്ള സമയത്ത് നല്ലത്. ഇപ്പോൾ കഞ്ഞി കൊടുക്കാം, ദോശ കൊടുക്കാം, ആവിയിൽ വേവിച്ച ഇഡ്ഡലി കൊടുക്കാം, ഇതൊക്കെ വളരെ നല്ലതാണ് പനിയുള്ള സമയത്ത്.
മാം പിന്നെ മിക്ക പാരൻസിനും ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഫീവർ എന്ന് നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, അത് ഒരു കുട്ടിയുടെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂട് കൂടുതലാണെന്ന് വെച്ചിട്ട് എപ്പോഴും അത് ഫീവർ ആവണം എന്നില്ല. ഡെഫിനേഷൻ പ്രകാരം നമ്മുടെ ആക്സിലറി ടെമ്പറേച്ചർ, നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ട് കൈക്കുഴിയിൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 99 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലോ അതല്ലെങ്കിൽ 37.5 ഡിഗ്രിക്ക് മുകളിലോ ആണെങ്കിലാണ് പനി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ക്ലൈമറ്റൊക്കെ വളരെ ചൂട് കൂടുതലാണ്. പിന്നെ നമ്മൾ കുഞ്ഞിനെ നന്നായി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിലോ, റൂം ഫുൾ അടച്ചിട്ട് നല്ല ചൂടായിട്ട് റൂമിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്, റൂമിൻ്റെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണെങ്കിലും ഒക്കെ കുഞ്ഞിന് ചൂടായിട്ട് നമുക്ക് തോന്നാം. മെയിൻലി 3 രീതിയിലുള്ള തെർമോമീറ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് മെർക്കുറി തെർമോമീറ്റർ, പണ്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നാക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ള തെർമോമീറ്റർ. അത് വീട്ടിൽ യൂസ് ചെയ്യുന്നത് തീരെ സേഫ് അല്ല. കുഞ്ഞ് ഇൻ കേസ് കടിക്കുകയാണെങ്കിലും മറ്റും അത് പൊട്ടിപ്പോവാനും മെർക്കുറി ലീക്ക് ആവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തതാണ് ഡിജിറ്റൽ തെർമോമീറ്റർ, നമ്മളിപ്പോൾ ഫ്രീക്വൻ്റ്ലി കാണുന്ന തെർമോമീറ്റർ. ആ തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഓൺ ആക്കിയിട്ട് നമ്മൾ കൈക്കുഴിയുടെ ഉള്ളിലേക്ക് വെക്കുന്നു. അതിൻ്റെ ടിപ്പ് നമ്മുടെ കൈക്കുഴീൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. ഒരു സൗണ്ട് കേൾക്കും, അതിലൊരു പീപ്പ് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നു. പിന്നെ ഉള്ളത് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ്. അതാണ് നമ്മൾ മോളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മോളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നെറ്റിയിലേക്ക് നോക്കിയിട്ട് തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 99 മുകളിലാണെങ്കിൽ നമുക്ക് ഫീവർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല അമ്മമാരും വന്ന് പറയാറുണ്ട് ഒരാഴ്ചയായിട്ട് കുഞ്ഞിന് പനി മാറുന്നില്ല. ആ കേസിൽ മിക്കവാറും കുഞ്ഞിന് ശരിക്കുള്ള പനി ഉണ്ടാവില്ല. തൊട്ട് നോക്കുമ്പോഴുള്ള ചൂടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം നോക്കുമ്പോൾ കുഞ്ഞിന് പനിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ വൈകുന്നേരത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ 98.6 ആണ് നമ്മുടെ ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അതിനും ഈ പനിക്കും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ചൂടാണെന്ന് കരുതി എപ്പോഴും മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് പാരൻസിന് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കണ്ടീഷനാണ്, ഒരാഴ്ചയായിട്ട് പനി മാറുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, മരുന്നിൻ്റെ ഓവർഡോസ് ആയി പോകും. ആവശ്യമില്ലാത്ത കേസിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ബോഡിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ 2 കാര്യങ്ങളാണ്. എങ്ങനെ ആന്റിബയോട്ടിക്സ് അതിനെ കുറിച്ചിട്ട് എങ്ങനെയായി ഫീവർ വരുമ്പോൾ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, അതായത് അണുബാധയാണ് പനി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ്. അതിൽ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ കുഞ്ഞിന് ആൻറ്റിബയോട്ടിക് കൊടുത്തത് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഭാഷയിൽ അതിന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് നമ്മൾ അനാവശ്യമായി ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രോഗാണു അതിനോട് പ്രതിരോധിക്കുന്ന രീതി മാറും. ഇന്ന് ആ രോഗാണു അതായത് ഒരു ആൻറ്റിബയോട്ടിക് ഇന്ന് കൊടുക്കുമ്പോൾ ഇഫക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം നാളെ അത് കൊടുക്കുമ്പോൾ അത് ഇഫക്റ്റീവ് ആവാതിരിക്കാനും കൂടിയ മരുന്നുകളിലേക്ക് കൂടിയ ആൻറ്റിബയോട്ടിക്സിലേക്ക് നമ്മൾ മാറ്റാനും അത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ പാരൻസ് വരുന്നത് ഒരു 1-2 മാസം മുന്നേ ഒരു പനിയും ജലദോഷം അല്ലെങ്കിൽ ചുമയും വന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു മരുന്ന് തന്നു, ഇപ്പോൾ പനി വന്നു, ചുമ വന്നു, അപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്ത അതേ മരുന്ന് തന്നെ അവർ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയിട്ട് കൊടുക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആൻറ്റിബയോട്ടിക്സിൻ്റെ അനാവശ്യ ഉപയോഗം വളരെ ദൂഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും. ഇങ്ങനെ പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാവോ, അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ അയക്കാവോ, അങ്ങനെയൊക്കെ പാരൻസിന് ഡൗട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. വളരെ തണുപ്പില്ലാത്ത, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിലോ കുഞ്ഞിനെ കുളിപ്പിക്കാം. ഒരിക്കലും പനി പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കാൻ പാടില്ല. പനി വിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കുഞ്ഞിനെ കുളിപ്പിക്കാം. അതായത് ഓൾറെഡി നമ്മുടെ ശരീരത്തിലൊരു അണുബാധയുണ്ട്. നമ്മുടെ ശരീരം വൃത്തിയായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അണുക്കൾക്ക് പിന്നെയും ശരീരത്തിലേക്ക് കടക്കാനും ഇൻഫെക്ഷൻ കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വ്യക്തി ശുചിത്വം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും കുഞ്ഞിനെ പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. രണ്ടാമത്തെ ചോദ്യം സ്കൂളിൽ വിടുന്നതോ അല്ലെങ്കിൽ ഡേ കെയറിൽ വിടുന്നതാണ്. ഇപ്പോൾ പല പാരൻസും വന്ന് ചോദിക്കാറുണ്ട് സ്കൂളിൽ വിടാമോ അല്ലെങ്കിൽ ഡേ കെയറിൽ വിടാമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറൽ ഇൻഫെക്ഷൻസ് വളരെ വേഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ മക്കളെ നമുക്ക് തുമ്മുമ്പോൾ മൂക്കും വായും പൊത്തിപ്പിടിക്കണമെന്നോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ വായ പൊത്തിപ്പിടിക്കണമെന്നൊന്നും പറഞ്ഞ് അവർക്ക് മനസ്സിലാവില്ല, അവർക്കത് ചെയ്യാനും കഴിയില്ല. അപ്പോൾ
കുട്ടികൾ കൂടുതൽ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അയാളിൽ നിന്ന് വേറൊരാളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പനിയുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ ഡേ കെയറിലോ അല്ലെങ്കിൽ സ്കൂളിലോ വിടാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന്, നമ്മുടെ കുഞ്ഞിന് ആവശ്യത്തിന് റെസ്റ്റ് വേണം, അപ്പം വീട്ടിൽ നന്നായി ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് എടുക്കുക. രണ്ട്, മറ്റു കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഈ സ്കൂളിൽ വിടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം ചില വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പനിയാണെങ്കിൽ ഒരു ഡേ ഒന്ന് വെയിറ്റ് ചെയ്യും അല്ലെ, പിറ്റേ ദിവസം കൊണ്ടുപോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൺഡേ ആയിരിക്കും ഡോക്ടർ ഇല്ല, അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഉണ്ടാവാൻ ചാൻസ് ഇല്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫീവർ ഉള്ള കുഞ്ഞിന്? പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുള്ള വീട്ടിൽ വളരെ അത്യാവശ്യമാണ് ഒരു തെർമോമീറ്റർ. അപ്പോൾ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് കുഞ്ഞിൻ്റെ പനിയാണെന്ന് തന്നെ നമ്മൾ ഉറപ്പാക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ പനി വിടുന്ന സമയത്ത് കുഞ്ഞ് വളരെ ആക്റ്റീവായി ഇരിക്കുകയും കളിക്കുകയും നന്നായി ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, യൂറിൻ നന്നായി പോവുകയും അത് തെളിഞ്ഞ് തന്നെ യൂറിൻ പോവുകയും ഇങ്ങനെയൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ ഒരു ദിവസം വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ പനി നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ പാടില്ല. വളരെ പ്രത്യേകിച്ച് 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് വളരെ ഈ പനി എന്ന് പറയുന്നത് വൈറൽ ഫീവർ പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമാവാം. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ മെനിഞ്ചസിന് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലും പനി വരാം. അപ്പോൾ വളരെ സിമ്പിളാവാം, വളരെ കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനും ആവാം. അതുകൊണ്ട് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പനി വരികയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ 1-2 ദിവസം വീട്ടിൽ നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പനി വരുമ്പോൾ നമുക്ക് പാരസെറ്റമോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അളവിൽ കൊടുക്കാം. അതിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പാരസെറ്റമോൾ ആയാലും കാൽപോൾ ആയാലും ഡോളോ ആയാലും ഫെപ്പാനിൽ ആയാലും എല്ലാം പല പല ബ്രാൻഡുകളുടെ പേരുകളാണ്. മരുന്ന് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ മരുന്ന് ഡ്രോപ്പുകളുടെ ഫോമിൽ അവൈലബിൾ ആണ്, സിറപ്പായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്, അതായത് 1 ml മരുന്നിൽ എത്രത്തോളം മരുന്നുണ്ട് എന്നുള്ളത് വേരി ചെയ്ത് വരും. ഈ സിറപ്പ് തന്നെ 5 മില്ലി മരുന്നിൽ 125 മില്ലിഗ്രാം പാരസെറ്റമോൾ ഉള്ളതുകൊണ്ട്, 250 മില്ലിഗ്രാം പാരസെറ്റമോൾ ഉള്ളതുകൊണ്ട്, 500 മില്ലിഗ്രാം പാരസെറ്റമോൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ സിറപ്പിന് പകരം ഡ്രോപ്സ് കൊടുക്കുകയാണെങ്കിൽ, അബദ്ധവശാൽ ഡോക്ടർ എഴുതിയത് സിറപ്പും നമ്മുടെ കയ്യിലിരിക്കുന്നത് ഡ്രോപ്സും നമ്മളങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാരസെറ്റമോളിൻ്റെ ഓവർഡോസ് ആയി പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. അത് വളരെയധികം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുടെ മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്താൽ ഉടനെ തന്നെ പനി മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. മരുന്ന് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സമയം കൊടുക്കുക. ആ സമയം കൊണ്ട് കുഞ്ഞിനെ നമുക്കൊരു ചെറു ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കുന്നതിന് സയൻറ്റിഫിക്കലി വളരെ എവിഡൻസ് കുറവാണ്. എന്നിരുന്നാലും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു തവണ പാരസെറ്റമോളിൻ്റെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡിയലി 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഡോസ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 4 അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം 5 തവണയെ പാരസെറ്റമോൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഓരോ തവണയും കുഞ്ഞിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മരുന്നിന് ഡെഫിനറ്റ്ലി സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അളവിൽ കൂടുതലോ അല്ലെങ്കിൽ ഗ്യാപ്പ് കുറച്ചോ അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂറിലും മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാരസെറ്റമോൾ ഓവർഡോസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ചില പാരൻസ് ചോദിക്കാറുണ്ട് മെഫ്താലിൻ്റെ സിറപ്പ് കൊടുക്കാമോ, മെഫനമിക് ആസിഡ്, പിന്നെ ഐബുജെസിക് എന്ന് പറയുന്ന മരുന്ന് ഇതൊക്കെ കൊടുക്കാമോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സേഫായിട്ടുള്ള പനിയുടെ മരുന്ന് പാരസെറ്റമോൾ തന്നെയാണ്. മറ്റ് പനി വരുമ്പോൾ കുഞ്ഞിന് അസോസിയേറ്റഡ് ആയിട്ട് ഡീഹൈഡ്രേഷൻ വരാം, ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോവാം. അങ്ങനെ ഉള്ള കണ്ടീഷൻസിൽ ഈ മരുന്നുകൾ തീരെ സേഫ് അല്ല. അപ്പോൾ സൈഡ് എഫക്ട് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ തന്നെയാണ് സേഫ്. ഫീവറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടതും. ഫീവർ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ മെഡിസിൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഡോക്ടറിനോട് ചോദിക്കാണ്ട് പാരൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഡോക്ടർ ജ്യോതി മാം ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു മാം. താങ്ക് യു.